തിരുസഭ 92. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 33-ാമത്തെ തിരുലിഖിതമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ജീവനില്ലാത്ത പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് തീഷ്ണതയോടെയൊക്കെ ആരംഭിച്ച കുടുംബജീവിതം അല്പകാലങ്ങൾക്ക് ശേഷം ഒരു ജീവനറ്റ രീതിയിൽ, ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ലാതെ എന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ചും ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാനോ ചർച്ച ചെയ്യാനോ ഒന്നിച്ച് ഒരുമയോടൊരു തീരുമാനമെടുക്കാനോ സാധിക്കാതെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ ജീവിക്കുന്ന കുടുംബജീവിതം, ഒരു പൗരോഹിത്യ ജീവിതത്തിലെ സന്യസ്ത ജീവിതത്തിലൊക്കെ ഒരു അർത്ഥം കാണാൻ സാധിക്കാതെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ, കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേഖലകളിലൊക്കെ എന്തേരം പഠിച്ചാലും ഒരു ഫലമില്ലാത്ത ഒരു അവസ്ഥ, ജോലി മേഖലകളിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും ഒരുപക്ഷെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും അധികാരികളിൽ നിന്നും വലിയ വേതനകൾ മാത്രം ലഭിക്കുന്ന സാഹചര്യം, ഒരുപാട് പണമൊക്കെ സമ്പാദിക്കാനായി പല സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നെങ്കിലും എവിടെയും എത്താൻ സാധിക്കാത്ത ഒരവസ്ഥ, എന്തിനിറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം, പല രീതിയിലും തീഷ്ണതയുള്ള ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല ധ്യാനങ്ങളും കൂടി പല തീരുമാനങ്ങളും എടുത്ത് ആരംഭിക്കും. എന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പഴയപടിയിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം ജീവനില്ലാത്ത അവസ്ഥയിലൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തിന് ജീവൻ നൽകുന്ന ഏക ശക്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുക യോഹന്നാൻ 6:33 ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതല്ല അത്രയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന് ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ഈ അപ്പത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ഈ അപ്പത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ബലിക്കല്ലിൽ കെട്ടി ജീവിച്ചെങ്കിൽ മാത്രമേ, ഒരു ദിവ്യ ബലിയിൽ മാത്രം നമ്മുടെ ജീവിതങ്ങളെ തളച്ചിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതങ്ങളിൽ ജീവനുള്ള അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, പറയുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ട്: നിങ്ങളുടെ ജീവിതങ്ങളിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഏതെങ്കിലും പ്രത്യേകമായ അനുഭവത്തിലൂടെ ദൈവാനുഭവത്തിലൂടെ കടന്നു പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവ അനുഗ്രഹങ്ങൾ കൂടുതൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ സക്രാരിയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ കൂടെ സന്ദർശിക്കുക എന്ന്. കൂടുതൽ അനുഗ്രഹം വാങ്ങിക്കുവാൻ സക്രാരിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കൂടെ സന്ദർശിക്കണമെന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞു തന്നിരിക്കുന്ന വലിയ അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സെമിനാരിൽ ചേർന്ന ആ ദിവസങ്ങൾ മുതൽ ഇന്നുവരെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ശക്തിയായി മുന്നോട്ട് പോകുവാൻ എനിക്ക് നൽകുന്ന ശക്തി സ്രോതസ്സ് ദിവ്യകാരുണ്യ ഈശോയാണ്. കൂടെ ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് എന്ന് ഒരു മിനിറ്റെങ്കിലും കൂടെ ദിവ്യകാരുണ്യ ഈശോയെ സന്ദർശിച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ശക്തിയാണ് എൻ്റെ ജീവിതത്തിലെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ, എൻ്റെ സന്യസ്ത ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലും ജീവനുള്ള ഒരനുഭവത്തിലൂടെ കടന്നു പോകണമെങ്കിൽ, ജീവനറ്റ സർവ്വ മേഖലകളും വീണ്ടും ഉജ്ജ്വലിക്കണമെങ്കിൽ ദിവ്യകാരുണ്യ ഈശോയെ കൂടെ സന്ദർശിക്കുക. അതായത് എപ്പോഴൊക്കെ വിശുദ്ധ ബലി അർപ്പിക്കുക
ചെലവഴിക്കാൻ അവസരം കിട്ടുന്നോ ഒരിക്കലും ആ അവസരം പാഴാക്കാതെ എവിടെയൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട് അവിടെ ഓടിച്ചെന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കർത്താവിൻ്റെ അപ്പത്തിൻ്റെ തിരുശരീര രക്തങ്ങൾക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കുക, സാഹചര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗത്തിൽ നിന്നും ലോകത്തിന് ജീവൻ നൽകുവാൻ കടന്നു വരുന്ന സ്വർഗീയ നാഥൻ്റെ ആ ജീവനുള്ള അപ്പത്തെ നമുക്ക് ഏറ്റെടുത്ത് ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവകൃപകൾ ധാരധാരയായി ഒഴുകി വരികയാണ്. ഒന്ന്, വിശുദ്ധ കുർബാന മുടക്കാതെ ഏത് സാഹചര്യങ്ങളിലും വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ജോലി ചെയ്ത് വിശുദ്ധ കുർബാന മുടക്കിക്കൊണ്ട് അനേകർ നടക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത് അപകടകരമാണ്. കുടുംബം ജീവനറ്റ അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന മുടക്കി ജോലിക്ക് പോയി നമ്മൾ ഈ ലോകത്തിൻ്റേതായ സൗകര്യങ്ങൾക്ക്, സുഖത്തിന്, പണത്തിന്, സമ്പത്തിന് പുറകെ പോകുന്നത് ജീവനറ്റ അവസ്ഥയിൽ എത്തപ്പെടുവാനുള്ള സാഹചര്യങ്ങളിലേക്ക് കടക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന്, വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് വിശുദ്ധ ബലിക്കല്ലിൽ കെട്ടിയിട്ട ഒരു ജീവിതത്തിന് നമ്മൾ തയ്യാറെടുക്കണം. രണ്ടാമതായി, എവിടെയൊക്കെ ആരാധന നടക്കുന്നുണ്ടോ, വിശുദ്ധ ദിവ്യകാരുണ്യേശോയെ ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഓടിച്ചെന്ന് ദൈവത്തെ ആരാധിക്കണം. ചിലപ്പോൾ നമ്മുടെ ഇടവക ദേവാലയങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ ആരാധിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടാവും. നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത് പോലെ നമ്മുടെ ഇടവക ദേവാലയത്തിൽ എവിടെയെങ്കിലുമൊക്കെ 1 മണിക്കൂറൊക്കെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്ന നിമിഷങ്ങളുണ്ടെങ്കിൽ കുടുംബസമേതം ഭാര്യ, ഭർത്താവ്, മക്കൾ ഒന്നു ചേർന്ന് ദിവ്യകാരുണ്യേശോയെ ആരാധിക്കാൻ നമ്മൾ കടന്നു ചെല്ലണം. അതുകൊണ്ടാണ് മിസ്റ്റർ ഡോൺ ബോസ്കോ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ അനുഗ്രഹം വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യേശോയെ കൂടെ സന്ദർശിക്കുക എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി മൂന്നാമതായി, നമ്മളൊരു പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മളേത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ അടുത്തൊരു ദേവാലയം ഉണ്ടെങ്കിൽ ആ ദേവാലയത്തിൻ്റെ അടുത്ത് നിന്ന് ഇവൻ കഥ കടച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ദേവാലയത്തിന് മുറ്റത്ത് കടന്നു നിന്ന് ആ സക്കറാരിയിൽ ഈശോ ഇരിപ്പുണ്ട്. ആ സക്കറാരിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയുടെ മുൻപിൽ കടന്നു വന്ന് നമ്മുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് 1 മിനിറ്റ് 2 മിനിറ്റ് അവിടുത്തെ ആരാധിച്ചിട്ട് ആ ടൗണിൽ നിന്ന്, പട്ടണത്തിൽ നിന്ന്, സിറ്റിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരണം. നമ്മൾ കടന്നു ചെല്ലുന്ന ഓരോ സിറ്റികളിൽ, പട്ടണങ്ങളിൽ, ഓരോ ദേവാലയങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏകാന്തനായി ആരും സന്ദർശിക്കാനില്ലാതെ എത്ര ദേവാലയങ്ങളിൽ ആ കർത്താവ് തനിയേ ഇരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ 2 മണിക്കൂർ ചിലവഴിക്കുമ്പോൾ ഒരു അരമണിക്കൂർ അല്പം ഷോപ്പിങ്ങിൻ്റെ സമയം മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു പള്ളിയുടെ മുറ്റത്ത് പോയി നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സമയം കണ്ടെത്തുന്നത് അനുഗ്രഹത്തിൻ്റെ വഴിയാണ്, വിടുതലിൻ്റെ വഴിയാണ്, സൗഖ്യത്തിൻ്റെ വഴിയാണ്. ദൈവത്തെ അന്വേഷിച്ച് കടന്നു ചെല്ലുന്ന വ്യക്തികളെ ദൈവം അന്വേഷിച്ച് നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുക യോഹന്നാൻ 6:33 ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുവാൻ നമ്മുടെ സന്നിൽ കടന്നു വരുന്ന ഈ അപ്പത്തെ കൂടെ സന്ദർശിച്ച് ആരാധിച്ച് ഏറ്റെടുത്ത് നമുക്കും ജീവനുള്ള മക്കളായി മാറാം. അങ്ങനെ നിത്യജീവിതത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.